കണ്ടില്ലേ സഹോദരങ്ങളെ, സായുധരായ ശത്രുക്കൾ മുസ്ലിങ്ങൾക്ക് നേരെ ഇവരെ പെട്ടെന്ന് തന്നെ കഥ കഴിക്കാം എന്ന രൂപത്തിലും ഭാവത്തിലും കഴിയുമ്പോ, ബദറിൽ പോയാൽ നിങ്ങളൊക്കെ അവിടെ ഒരു മസ്ജിദുൽ അരീഷ് എന്നുള്ള പള്ളി കാണാറില്ലേ? ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ബദറിൽ ആദ്യമായൊരു പന്തലുണ്ടാക്കിയത്. പന്തല് എന്നാണ് അരീഷ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ബദറിലെത്തിയപ്പോ സ്വഹാബത്ത് ആദ്യം ചെയ്ത പണിയാണ് പന്തൽ നിർമ്മാണം. ആ പന്തലിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് പണി? നിസ്കാരം തന്നെ. അല്ലാഹുവേ, സായുധരായ ശത്രുക്കളാണ് അപ്പുറത്തുള്ളത്. കാര്യമായിട്ട് കയ്യിൽ പിടിക്കാൻ ഒരു ഉപകരണവുമില്ലാത്ത പാവപ്പെട്ട സ്വഹാബ, അതും നോമ്പ് നോറ്റ് വന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ അവരെ കയ്യിലൊന്നുമില്ല. അപ്പുറത്തുള്ള ടെന്റിലോ ഓരോ ദിവസം 9ഉം 10ഉം ഒട്ടകങ്ങളെ ബലിയെറുത്ത് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് സുഖിച്ചിട്ട് ഒരു വിശപ്പും ഒരു ദാഹവും ഇല്ലാതെ കഴിയുന്ന ജനവിഭാഗം. സായുധരാണ്, ശക്തരാണ്, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അവരെ കയ്യിലുണ്ട്. അവരോട് ഏറ്റുമുട്ടാൻ ഈമാനുള്ള ഈ പാവപ്പെട്ട വിഭാഗം മുന്നിൽ വന്ന് നിൽക്കുമ്പോ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർളി അബദാ. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയി, ഈ ന്യൂനപക്ഷത്തെ നീ തകർത്താൽ പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധന നിർവഹിക്കപ്പെടൂല, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരൊറ്റ കുട്ടി ഉണ്ടാകൂല. അതുകൊണ്ട് നീ വിജയം തരണേ അല്ലാ. ഒരുപാട് നേരം സുജൂദിൽ അങ്ങനെ നെറ്റിവെച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുജൂദിൽ പതിവില്ലാത്ത അത്രയും നേരം തങ്ങൾ ഇങ്ങനെ നെറ്റിവെച്ച് ഇരിക്കുമ്പോ, സുജൂദിലായി നെറ്റിവെച്ച് കുറെ നേരം കഴിഞ്ഞപ്പോ ഞാനൊന്ന് അടുത്തേക്ക് കാതടുപ്പിച്ച് വെച്ച് നോക്കി. ആവർത്തിച്ച് ആവർത്തിച്ച് സുജൂദിൽ പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ആ സുജൂദ് കഴിഞ്ഞ് അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയപ്പോഴേക്ക് ആയിരക്കണക്കിന് മലക്കുകൾ പതാകയും പിടിച്ച് താഴോട്ടിറങ്ങി. സലാം വീട്ടിയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ, ഖദ് ജാഅത്തിൽ ബുശ്റാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷം വന്നു, സന്തോഷം വന്നുപോയി. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷം വന്നുപോയി. നിസ്കാരത്തിലാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. നിസ്കാരം കൊണ്ട് കിട്ടുന്ന പരിഹാരം പോലെ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ, മലയാളത്തിലല്ലോ ചോദിക്കേണ്ടത്, അറബിയിൽ ചോദിക്ക. ബുദ്ധിമുട്ടാകുന്ന ബുദ്ധിമുട്ട്, രോഗം മാറാൻ അല്ലാഹുമ്മ ശ്ഫി അംറാദീൻ ദ്വാർക്കാൻ അറിയില്ലേ? ആർക്കറിയാത്തത്? ആവശ്യം മാറാൻ അല്ലാഹുമ്മ ഖ്ലി ഹാജതി, അല്ലാഹുവേ എന്റെ ആവശ്യം മനസ്സിലങ്ങ് കരുതിക്കോളൂ. എല്ലാത്തിനും പറ്റിയ ദുആയാണല്ലോ അല്ലാഹുമ്മ ഖ്ലി ഹാജതി. എന്റെ ആവശ്യം നീ നടപ്പിലാക്കി തരണം, എന്റെ ആവശ്യം നീ വീട്ടിത്തരണം. അല്ലാഹുമ്മ ഖ്ലി ഹാജതി. അള്ളാഹുവിനോട് ചോദിക്കാണ് സുജൂദിൽ നെറ്റിവെച്ച് ശ്രേഷ്ഠ അവയവങ്ങളൊക്കെ വെച്ച് ചോദിക്കുന്ന ഒരു മുഅ്മിന്റെ ചോദ്യം അല്ലാഹു തആല ഖായിബാക്കൂല. അല്ലാഹു തആല നോക്കുന്നത് എന്റെ അടിമ, അവന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമായ മുഖം, നെറ്റിയും മൂക്കും, അവന്റെ ശ്രേഷ്ഠമായ 2 കൈകളും, അവന്റെ മുട്ടിൻകാലും കാൽപാദവും എന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത് വെറുതെ ആക്കാൻ പറ്റൂല. അത് നന്നായ രൂപത്തിൽ അല്ലാഹു തആല സ്വീകരിക്കും. എത്ര പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹോദരങ്ങളെ, ബാബിലോണിലല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്? ഇറാഖിലെ ബാബില്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സാറ ബീവി റളിയല്ലാഹു അൻഹയും കൂട്ടിയിട്ട് ഹിജ്റ പോകുമ്പോ, സാറ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കൂടി ഹിജ്റ പോയി. യാത്ര പോകുന്നതിനിടയ്ക്ക് മഹാനവറുകൾ നേരെ പോകുന്നത് ഫലസ്തീനിലേക്കാണ്. ആ പോകുന്ന പോക്കില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ പരീക്ഷണത്തിന് വിധേയപ്പെടുകയാണ്. ചെറിയ പരീക്ഷണമല്ല, വലിയൊരു പരീക്ഷണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള സാറ ബീവി റളിയല്ലാഹു അൻഹാ
നല്ല സൗന്ദര്യമുള്ള വനിതയാണ്. സുബ്ഹാനല്ലാഹ്. യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തടഞ്ഞു വെച്ചു പോയി. അപ്പോഴാണ് ആരാ തടഞ്ഞത്? ആ നാട് ഭരിക്കുന്ന ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഒരു രാജാവുണ്ട്. ആ രാജാവ് വലിയ കരുത്തനാണ്, വലിയ ശക്തനാണ്. രാജാവ് ആളെ വിട്ട് തടയാൻ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോകുന്ന ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇതാ ഒരു ഭാര്യയും ഭർത്താവാണ് എന്ന് തോന്നുന്നുണ്ട്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ് ഒരു ഭർത്താവിന്റെ കൂടെ യാത്ര പോകുന്നുണ്ട്. അതേ വിവരം പറഞ്ഞപ്പോ തടഞ്ഞു വെക്കപ്പെട്ടു പോയി. തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ കൂടെയുള്ള ഭാര്യയില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. കളവല്ല. സഹോദരി എന്ന് പറഞ്ഞാൽ ഈമാനിൽ ഉള്ള സഹോദരി. ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോകും. സഹോദരി എന്ന് വേറെ എന്തെങ്കിലും മറുപടികളൊക്കെ പറഞ്ഞെന്നാ പോയിക്കോട്ടെ എന്ന് പറയും. വേറൊരാളെ ഭാര്യയാണെങ്കിൽ രാജാവിന് വലിയ ഇഷ്ടമാണ് വേറൊരാളെ ഭാര്യയെ കിട്ടാൻ. ഏറ്റവും മോശപ്പെട്ട പണിയാണല്ലോ. ആരാന്റെ ഭാര്യനെ കാണുമ്പോൾ നോക്കുന്നു ചില ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ആരാന്റെ ഭാര്യനെ കാണുമ്പോൾ എന്ത് നോക്കാനാ സഹോദരങ്ങളെ? വേറൊരാൾ നിക്കാഹിദില്ലേ, ഞാൻ എന്ത് നോക്കാനാ? വേറൊരാൾ നിക്കാതെ വേറൊരാളെ കൂടെ ജീവിക്കല്ലേ, നമ്മൾ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. പിന്നെ എന്തിനാ വെറുതെ നോക്കുന്നത്? നമുക്ക് നമ്മളെ ഭാര്യനെ തന്നെ നോക്കാം, ആവർത്തിച്ച് നോക്കിയോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരു കസേര ഇട്ടിരുന്നിട്ട് അങ്ങനെ നോക്കിയാൽ മതി. പുരയില് കുറെ നേരം നോക്കിക്കോളൂ, സുന്നത്ത് ഒരുപാട് കിട്ടും, ഒരു ബുദ്ധിമുട്ടില്ല. ആരാന്റെ ഭാര്യ നോക്കി എന്തും കിട്ടുമോ? ഒന്നും കിട്ടൂല. കിട്ടും, ശിക്ഷ കിട്ടും, ഹറാമിന്റെ കുറ്റം കിട്ടും. വേറെ ആളെ ഭാര്യ നമ്മൾക്ക് നോക്കിയിട്ട് എന്താ കാര്യം? പക്ഷെ വേറൊരാളെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ രാജാവിന് വലിയ താല്പര്യമാണ്. ആള് വിടൂല, ഭാര്യ എന്ന് പറഞ്ഞാൽ വിടൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദിഹി ഉഖ്തി, എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. പറഞ്ഞേ കളവൊന്നുമല്ല, ഈമാനിൽ സാഹോദര്യം എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞത്. ആ രാജാവിന്റെ കഥ മനസ്സിലാക്കി സാറാ ബീവിയെ കൊണ്ടുപോയി. സഹോദരിയാന്ന് പറഞ്ഞിട്ടും സാറാ ബീവിയെ കൊണ്ടുപോകാൻ കാരണം സാറാ ബീവിയുടെ സൗന്ദര്യമാണ്. സാറാ ബീവിയോട് പറഞ്ഞു, സാറാ ബീവിയെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പിന്നെ ഞാൻ സഹോദരി എന്ന് പറഞ്ഞില്ല, നിങ്ങൾ പേടിക്കണ്ട. ലൈസ അലാ വജ്ഹിൽ അർളി മുഅ്മിനുൻ ഗൈരി വഗൈറുക. ഇപ്പൊ ഭൂമുഖത്ത് ഒരു മുഅ്മിനായ ആണും മുഅ്മിനത്തായ ഒരു പെണ്ണും ഞാനും നീയല്ലേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് ഞാൻ സഹോദരി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഫലാ തുകദ്ദിബീനി, എന്നെ കളവാക്കൊന്നും വേണ്ട. പക്ഷേ സൗന്ദര്യം കണ്ടിട്ട് രാജാവ് വിട്ടുകൊടുത്തില്ല. രാജാവ് ആളെ പറഞ്ഞയച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, പ്രശ്നമൊന്നും ആക്കണ്ട, നിങ്ങൾ ഒരു കുഴപ്പമാക്കണ്ട, പോയിക്കോളൂ. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഒരു പ്രശ്നവും ഉണ്ടാകൂല. സുബ്ഹാനല്ലാഹ്. ഭാര്യ അങ്ങോട്ട് പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത് മുസല്ല വിരിച്ചു, നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഇൻ കുന്തു ആമന്തു ബിക വബി റസൂലിക. അല്ലാഹുവേ, സാറ ബീവി റളിയല്ലാഹു അൻഹ പോകുന്നതിന്റെ മുമ്പ് പറഞ്ഞു, എനിക്കൊന്ന് നിസ്കരിക്കണം, രാജാവിന്റെ അടുത്തേക്ക് വരാൻ എനിക്കൊന്ന് നിസ്കരിക്കണം. സാറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന ശേഷം ഇബ്രാഹിം നബിയും നിസ്കരിക്കാണ്. സാറാ ബീവി കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളോട് പറഞ്ഞു, പിടിച്ചു കൊണ്ടുപോകാമെന്ന ആളോട്, എനിക്കൊന്ന് നിസ്കരിക്കണം, അതുകൊണ്ട് കുറച്ചു നേരം അവിടെ താമസിക്കൂ, നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നിസ്കാരത്തിൽ സാറ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവേ, നിന്നെ കൊണ്ടും നിന്റെ റസൂലിനെ കൊണ്ടും ഞാൻ വിശ്വസിച്ചു. എന്റെ സ്വകാര്യ അവയവങ്ങൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, എന്റെ ഭർത്താവിനല്ലാതെ മറ്റൊരാൾക്കും ഞാനത് വെളിവാക്കിയിട്ടില്ല അല്ലാ. അതുകൊണ്ട് ഫലാ തുസല്ലിതു അലയ്യൽ കാഫിറാ, നിന്നെ വിശ്വസിക്കാത്ത ഈ രാജാവിനെ എന്റെ മേൽ നീ അധികാരം കൊടുക്കരുതേ അല്ലാ. നിസ്കാരത്തിൽ മഹദി അങ്ങ് ദുആ ചെയ്തു. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. സഹോദരങ്ങളെ, നേരെ അങ്ങോട്ട് കടന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, രാജാവിന്റെ അടുത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് നിസ്കാരം നിർവഹിച്ചിട്ട് നേരെ ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു റൂമിലേക്ക് സാറ ബീവി റളിയല്ലാഹു അൻഹയെ കടത്താൻ വേണ്ടി പറഞ്ഞു. ആ റൂമിൽ വലിയ അലങ്കാരമുള്ള റൂമാണ്.
ആ റൂമിലേക്ക് രാജാവ് അങ്ങ് ചെന്നപ്പോ രാജാവിനതാ മാനസികമായി ഒരു വിഭ്രാന്തി വരികയാണ്. അടുക്കാൻ കഴിയുന്നില്ല, തൊടാൻ പറ്റുന്നില്ല. സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കയ്യിലേക്ക് ഒന്ന് തൊടാൻ പോയിട്ട് രാജാവിനൊന്ന് സ്പർശിക്കാൻ പോലും കഴിയുന്നില്ല, അടുത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. ആദ്യഘട്ടത്തിൽ ആ റൂമിലേക്ക് പോയിട്ട് രാജാവ് വെപ്രാളത്തോടെ പേടിയോടെ ആകെ വീർത്തു കുളിച്ച് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെണ്ണിനെയാണോ അതല്ലെങ്കിൽ ഒരു ശൈത്താനെയാണോ? രാജാവെ, നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ സാറാന്ന് പേരുള്ള നല്ല സൗന്ദര്യവതിയായ പെണ്ണാണത്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഭംഗിയിൽ ഇങ്ങനെ കൂടുതൽ ആലോചിച്ചിട്ട് ഒക്കെ എന്തോ വെപ്രാളം വന്നിട്ടുണ്ടാവും. രാജാവ് രണ്ടാമത് ഒന്നുകൂടി ഒരുങ്ങി ശരിയായി നല്ല സമാധാന അവസ്ഥയും മറ്റൊക്കെ പുറത്തു നോക്കുമ്പോ രോഗാവസ്ഥയൊന്നുമില്ല. ഉള്ളിലേക്ക് രണ്ടാമതും കയറിയപ്പോ സുബ്ഹാനല്ലാഹ് വീണ്ടും രണ്ടാമതും ഒന്നാമത്തതിനേക്കാൾ കൂടുതൽ വിഷമം രാജാവിന് അനുഭവപ്പെട്ടു. രാജാവ് വീണ്ടും പുറത്തേക്ക് വന്നു. മൂന്നാം തവണ നല്ല ശ്രമങ്ങൾ നടത്തി ഉള്ളിലേക്ക് പോയിട്ട് രാജാവ് പറഞ്ഞു, ഒരിക്കലും എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല, എന്നെ കൊന്നുകളയുമോന്ന് ഞാൻ പേടിച്ചുപോയി. ഒരു ശൈത്താനെയാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം, ഭർത്താവായ ഇബ്രാഹിമിലേക്ക് തന്നെ, പുറത്ത് കാത്തു നിൽക്കുന്ന ഇബ്രാഹിമിലേക്ക് തന്നെ ആ പെണ്ണിനെ മടക്കി അയക്കൂ. ഹാജർ എന്ന് പറയുന്ന അടിമയെ സമ്മാനമായി കൊടുക്കൂ. സഹോദരങ്ങളെ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹാ ദുആ ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ദ്വാർക്കുന്നു, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും ദ്വാർന്നു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് അതാ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ വിട്ടയച്ച ശേഷം ഒരൊറ്റ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, റദ്ദല്ലാഹു കൈദൽ കാഫിരീ. തിരിച്ചു വന്നിട്ട് സാറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ നിഷേധിയായ രാജാവിന്റെ കയ്യ്, നിഷേധിയായ രാജാവിന്റെ തന്ത്രം അല്ലാഹു തആല അയാളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എന്നെ തൊടാൻ പോലും പറ്റിയിട്ടില്ല. നിസ്കാരത്തിന്റെ മഹത്വം എത്ര വലുതാണ്. കൂടെയുള്ള പത്നിയായ നല്ല സൗന്ദര്യവതിയായ സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരം ഒന്ന് തൊടാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അത്രയും സൗകര്യമുള്ള സ്വേച്ഛാധിപതിയായ രാജ്യം മടക്കി ഭരിക്കുന്ന രാജാവിന് ഒരു ചെറിയ ചാൻസ് പോലും കൊടുത്തില്ല. പേടിന്റെ ഊക്കുകൊണ്ടാണ് രാജാവ് സമ്മാനമായിട്ട് ഹാജർ ബീവിയോടും കൂടെ കൊടുത്തത്. അന്ന് കിട്ടിയ സമ്മാനമാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. അത് സാറ ബീവി റളിയല്ലാഹു അൻഹ കിട്ടിയ സമ്മാനമാണ്. അപ്പൊ നിസ്കരിച്ചുകൊണ്ട് നോക്ക്, നിങ്ങൾ സമ്മാനം കിട്ടി. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നിഷേധിയായ മനുഷ്യനെ എന്റെ മേൽ അധികാരപ്പെടുത്തരുത് എന്ന് ദുആ ചെയ്തപ്പോ അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ അത് സ്വീകരിച്ചു. അള്ളാഹുവിലേക്ക് തിരിയാൻ ഏറ്റവും നല്ലതൊരു മുഅ്മിനായ മനുഷ്യന് നിസ്കാരമാണ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തികമായ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് തോട്ടത്തിലെ തൊഴിലാളി പറഞ്ഞു, ഇക്കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറയുന്നു. അനസ് റളിയല്ലാഹു അൻഹു, വരുമാനം കുറഞ്ഞാൽ കുടുംബത്തെ ഞാൻ അങ്ങനെ തീറ്റിപ്പോറ്റും. നമ്മളെപ്പോലെ 1-2 മക്കളല്ല, ഇഷ്ടംപോലെ മക്കളുണ്ട്. മഹാന്മാര് പറഞ്ഞു, അനസ് റളിയല്ലാഹുവിന്റെ സ്വന്തം മുതുകിലായി വന്ന മക്കൾ തന്നെ 100-ലധികം ഉണ്ട് എന്നാ. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കള്. 3 കുട്ടികളുടെ അടുത്ത് പോയിട്ട് അയാൾ പഠിച്ചോനെ ഇനി ഇയാൾക്ക് മക്കളെ കൊടുക്കുക പറഞ്ഞാൽ കുടുംബനാഥ ഒരു നിലക്കും ആമീൻ പറയില്ല. ബാക്കിയുള്ളവരൊക്കെ ഒരു പക്ഷെ ആമീന്ന് പറഞ്ഞേക്കും. കാരണം കുടുംബനാഥം ചിന്തിക്കും, കുടുംബത്തിലാളെ ചിന്തിക്കും, ഉസ്താദ് എന്ത് ദ്വാരന്ന് 3 ആളെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോറ്റാണ്, ഇനിയും ദ്വാരക്ക് തന്നെയാണോ? ഇത്രയും അധികം സന്താനങ്ങളെ പോറ്റാൻ അല്ലാഹു തആല നൽകിയ സമ്പത്ത് തോട്ടമാണ്, കാരക്കത്തോട്ടം. എപ്പോഴും കാരക്കുള്ള തോട്ടാണ് അനസ് റളിയല്ലാഹുവിന്റെ തോട്ടം. ബാക്കിയുള്ള തോട്ടത്തിനൊക്കെ സീസൺ അല്ലേ? ഇവിടെ ഈ കെട്ടിത്തൂക്കിയ അടക്ക കണ്ടില്ലേ? അടക്കൊക്കെ ഒരു സീസൺ അല്ലേ? എപ്പോഴും അടക്ക ഉണ്ടാവും ഇല്ലല്ലോ. അതേപോലെ കാരക്കൊക്കെ ഒരു സീസൺ ഉണ്ട്, അതിന്റെ സമയത്തെ അതുണ്ടാകും. ചൂടുകാലാണ് മുഖ്യമായിട്ടും. ചൂടുകാലത്ത് തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന ഒരാളും ഇവിടെ കാണൂല, ഒക്കെ അവിടെ ഉണ്ടാവും.
ഞാൻ അറബികൾക്ക് നല്ല പണി ഉണ്ടാകും. ഈ കാരക്ക പറിച്ച് അത് തൂക്കി റെഡിയായി കൊടുക്കാനൊക്കെ പണി ഇഷ്ടം പോലെ വരും. പക്ഷെ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവും കാരക്ക. അപ്പൊ തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, മഴയല്ല, അതുകൊണ്ട് കാരക്ക കിട്ടുന്നത് കുറവാകുന്നു. കാരക്ക കുറയാൻ പാടില്ല, കുടുംബം പോറ്റണ്ടേ. അനസ് റളിയല്ലാഹുവിന്റെ ഒരു മുസല്ലം എടുക്കുന്ന് പറഞ്ഞു. മുസല്ല എടുത്തിട്ട് മരുഭൂമിയിൽ പൊരന്റെ പുറത്ത് മുറ്റത്ത് ഖിബിലക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് നിസ്കാരത്തിൽ ഇതായിരുന്നു, പടച്ചോനെ നീ എനിക്ക് കണക്കാക്കിയ ഹലാലായ സമ്പത്തില് ഒരു കുറവും വരുത്തത് നീ എനിക്ക് തരണം. നിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടാ ഞാൻ ചോദിക്കുന്നത്. തൊഴിലാളിയോട് പറഞ്ഞു, പോയിക്കോളൂ, മഴ കിട്ടും. തൊഴിലാളി അവിടെ എത്തുമ്പോഴേക്ക് ആ തോട്ടത്തിൽ മാത്രം മഴ. ആ തോട്ടത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കിട്ടി. കണ്ട, നിങ്ങൾ ചോദിക്കാത്തൊരു വിഷയവും ഇല്ല നിസ്കാരത്തില്. എല്ലാ സംഗതികളും ചോദിച്ചു. യോദ്ധാവായിട്ട് അപ്പുറത്ത് നേരിടാൻ വേണ്ടി, ഇസ്ലാമിന്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി അപ്പുറത്ത് വന്നിരിക്കുന്നത് വലിയ സൈന്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, കണ്ടാ തന്നെ പേടിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങിപ്പോകും. അത്രയും വലിയ സൈന്യം ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ വേണ്ടി വളരെ സജ്ജരായി നല്ല ശക്തിയോടുകൂടെ വന്നു നിൽക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. കൂടെ പോകുന്ന ആളുകൾ ഒരൊറ്റൊന്നും പരാജയപ്പെടാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു വരേണ്ടതുണ്ട്, വിജയം കിട്ടേണ്ടതുണ്ട്. പടച്ച റബ്ബിനോട് മഹാനവറുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ഞാൻ ഈ വന്നിരിക്കുന്നത് നിന്റെ മാർഗത്തിലാണ്. ഖാദിസിയ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നൊരു യുദ്ധമാണത്. ചരിത്രം സുദീർഘമാണ്, ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഇറാഖ് രാജ്യങ്ങളിലെ തലസ്ഥാനമായ മദായിൻ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത് ആ ഒരു സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോടു കൂടെയാണ്. സഹോദരങ്ങളെ, സഅദ് റളിയല്ലാഹുവിനോട് ചെന്നപ്പോ ഒരുപാട് ആളുകൾ അപ്പുറത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ശത്രു സൈന്യം ഒരുമിച്ച് കൂടി ആ സൈന്യത്തിനെ കണ്ടപ്പോ സഅദ് റളിയല്ലാഹുവിന് ഒരു വിഷമിച്ചില്ല. മഹാനവറുകൾ നോക്കുന്നു, എവിടെയാണ് ശത്രു സൈന്യമുള്ളത്? അവരൊരു കോട്ടയില്, വല്ലാതെ വളഞ്ഞ ആ കോട്ടന്റെ ഉൾഭാഗത്ത് സഅദ് റളിയല്ലാഹുവിനെയും കൂട്ടരെയും അവരെ നേരിടുന്നതിന് വേണ്ടി മഹാനവറുകൾ ഒരുങ്ങി. ആ കോട്ടയുള്ള ഭാഗത്തേക്ക് എത്തണമെങ്കിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന് അതാ തന്റെ കുതിരപ്പടയുമായിട്ട് അതേ സമുദ്രം മുറിച്ചു കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എന്ത് ചെയ്യും? കൂടെയുള്ള കുതിരപ്പടയാളികളെ ഈ കാണുന്ന സമുദ്രത്തിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് എത്തിക്കണം. ഒരാളും മുങ്ങിപ്പോകാൻ പാടില്ലല്ലോ. കപ്പലിൽ കയറ്റിയിട്ടല്ല സഹോദരങ്ങളെ പോകുന്നത്. കപ്പലില്ലാത്ത രൂപത്തിൽ, കപ്പലൊന്നും കാണാതെ തന്നെ നേരെ കടലിലൂടെ ഈ സൈന്യങ്ങളുമായിട്ട് പോകണം. ആ കടലിന്റെ നേരെ അക്കരെയാണ്, അപ്പുറത്താണ്. കടൽ ചെന്ന് അവസാനിക്കുന്നിടത്താണ് ശത്രു സമൂഹം മൊത്തമായി കൂട്ടം കൂടി നിൽക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അതാ നിസ്കരിക്കുന്നു. അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, നിന്നിൽ സഹായം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പുറപ്പെടുന്നു. മഹാനവറുകൾ ഒന്നും വിഷയമാക്കിയില്ല. കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ എല്ലാ വിജയങ്ങളും നമുക്ക് തന്നെ ലഭിക്കും, ആരും പേടിക്കേണ്ടതില്ല. എല്ലാവരോടും ദിക്ർ ചൊല്ലാൻ വേണ്ടി ദിക്ർ പറഞ്ഞു കൊടുത്തു. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദിക്റും ചൊല്ലിയിട്ട് നിങ്ങളെ കുതിരകളെ നിങ്ങൾ അങ്ങ് തെളിച്ചോളൂ. അതേ സമുദ്രത്തിന്റെ ഉപരിഭാഗത്തിലൂടെ ഒരൊറ്റ കുതിരയും മുങ്ങിപ്പോകാതെ, ഒരു വസ്തുവും നഷ്ടപ്പെട്ടു പോകാതെ സമുദ്രത്തിന്റെ മേൽഭാഗത്തുകൂടെ കപ്പൽ വരുന്നതിനേക്കാളും വേഗതയില് ഒരു വലിയ സൈന്യം അങ്ങനെ വന്നു കാണുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന സൈന്യം അവര് പേടിച്ചുപോയി. അവര് പറഞ്ഞു, ഈ വരുന്നത് സാക്ഷാൽ മനുഷ്യന്മാരല്ല,
ഇവർ വേറെ ആരോ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവരോരോരുത്തരും വരുന്നത് കടലിന്റെ ഉപരിഭാഗത്തിലൂടെയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ഇന്ന് ഫലസ്തീനെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും വലിയ യുദ്ധക്കപ്പൽ കൊണ്ടുവന്ന് സമുദ്രത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുകയല്ലേ. അപ്പുറത്ത് ഈ കടൽ ചെന്ന് കേറുന്ന അപ്പുറത്ത് വലിയ പേർഷ്യൻ സൈന്യം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെയും സൈന്യത്തെയും നേരിടാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ഈ അത്ഭുത കാഴ്ച കണ്ടിട്ട് അവര് പറഞ്ഞു, മാ തുഖാതിലൂന ഇൻസൻ ബൽ തുഖാതിലൂന ജിന്നാ. ഇത് മനുഷ്യരോടല്ല നിങ്ങൾ നേരിടുന്നത്, ഇത് വലിയ ജിന്ന് വർഗമാണ് എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കടലിന്റെ മുകളിലൂടെ വരാൻ സാധിക്കുമോ? അവര് പേടിച്ചിട്ട് മുഴുവനും വിട്ടെറിഞ്ഞിട്ട് അവര് നാട് വിട്ടുപോയി. അവിടെ ഒരുപാട് രത്നങ്ങളുണ്ട്, ദീനാറുകളുണ്ട്, ദിർഹമുകളുണ്ട്, സമ്മാനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്ത് കിട്ടിപ്പോയി. സഅദ് റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ഓരോരുത്തർക്കും 12,000 ദീനാറാണ് ഓരോരുത്തർക്ക് ലഭിച്ചത്. ഒരാൾക്ക് 12,000 ദീനാർ. അത്രയും സമ്പത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് ആ സൈന്യം നാട് വിട്ടുപോയത്, പേടിച്ചിട്ട്. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള സൈന്യത്തോട് പറഞ്ഞു, ദിക്ർ ചൊല്ലിക്കോളൂ, നേരെ മുന്നോട്ടങ്ങ് നീങ്ങിക്കോളൂ. ഒരൊറ്റ കുതിരയും തായോട്ട് മുങ്ങിപ്പോവുകയോ ആരെങ്കിലും ഒരാളെ കാണാതിരിക്കുകയോ ചെയ്തില്ല. സമുദ്രത്തിന്റെ ഉപരിഭാഗത്തിലൂടെ അവർ വരുന്നത് കാണുമ്പോ അത്ഭുതമല്ലേ സഹോദരങ്ങളെ? റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത്, നിന്റെ മാർഗത്തിൽ ശത്രുക്കളെ നേരിടാനാ ഞങ്ങൾ പോകുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുകൾ ഭാഗത്ത് മഹാനവറുകൾ കയറി. മുകൾ ഭാഗത്ത് കയറിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഓതി, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വനഖാമിൻ കരീം. എത്ര തോട്ടങ്ങളെയാണ് ഇവിടെയുള്ള ആളുകൾ വേണ്ടാന്ന് വെച്ചു പോയത്. എത്ര സ്വർണ്ണാഭരണങ്ങളും എത്ര കൃഷിയിടങ്ങളുമാണ് വേണ്ടാന്ന് വെച്ചു പോയത്. നല്ല നല്ല ഇരിപ്പിടങ്ങളും വീടുകളും കണ്ടില്ലേ. കദാലിക വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ. ഫിർഔനും കൂട്ടരും കൊട്ടാരം വിട്ടുഒഴിഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞ ആയത്തുകളാണിത്. അതേ ആയത്തുകള് ഖാദിസിയയിലുള്ള ഈ വലിയ കോട്ട, ഖസ്റുൽ അബീദ് വെള്ളക്കോട്ട, ആ കോട്ടയുടെ മേലെ കയറിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഓതുന്നു. പിന്നെയും മഹാനവറുകളതാ കോട്ടയുടെ ഉള്ളിൽ വെച്ച് ഖസ്റാക്കിക്കൊണ്ട് നിസ്കാരം നിർവഹിച്ചു. തന്റെ കൂടെയുള്ള ആളുകളെ കൂട്ടിയിട്ട് മഹാനവറുകൾ കോട്ടയുടെ അകത്ത് വെച്ചും നിസ്കരിച്ചു. ഫർള് നിസ്കാരം നിസ്കരിച്ചു. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വം അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല.